ഞങ്ങളത് ലവ് മാരേജാ. ഓ ഓ ഓ ഓ ഓ ഓ 5 വർഷം പ്രേമിച്ച് 5 വർഷം. ആറാമത്തെ ഇപ്പതാ ഈ വരുന്ന ശനിയാഴ്ച ഞങ്ങളെ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി. ഇത് പറയാൻ അല്ല 10 വർഷം എനിക്ക് അത്ഭുതം. 10 വർഷം ഞാൻ സഹിച്ചു നിന്നോ സ്റ്റുഡിയോയിൽ പോയിട്ടേ പറഞ്ഞു നടക്കുക എന്റെ വെഡിങ് ആനിവേഴ്സറി കേട്ടോ. വിഷയം ഇതേക്ക് അങ്ങോട്ട് വിഷയം മനസ്സിലാവുന്നില്ല എനിക്ക്. അല്ല എനിക്ക് തന്നെ അത്ഭുതം. ഞങ്ങൾ അങ്ങോട്ട് പോയി പിന്നെ അവിടെ നിന്ന് വളച്ചു വീഴ്ത്തിയതാ അങ്ങനെ ചോദിച്ചാല് അല്ലേ? അല്ല ഞാൻ പിന്നാലെ നടന്നിട്ടൊന്നുമില്ല. അങ്ങനെ ജസ്റ്റ് ആദ്യം പുള്ളിക്കാർ എല്ലാരെയും കാണുന്ന പോലെ തന്നെ എങ്ങനെയാണ് ആ കുട്ടി കൊള്ളാലോ എന്നെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞയച്ച്. അപ്പൊ ഞാനും കുഴപ്പമില്ല, എനിക്കിഷ്ടായി. ഞാനത് സീരിയസ് ആയിട്ട് എടുത്ത് ഇത് ചോദിച്ചത്. പിന്നെ 2 കൊല്ലം കഴിഞ്ഞ് പിന്നെ കണ്ടപ്പോ ഞാൻ ആ കുട്ടീനോട് വെച്ച്, അല്ലടോ മറ്റേ അച്ചുവേട്ടനൊക്കെ ആളായോ, അച്ചുവേട്ടൻ എന്താക്കുന്നത്, ഓർക്കൊക്കെ വേറെ ലൈനായി പറഞ്ഞപ്പോ ഞാൻ ആകെ തകർന്ന്. അപ്പൊ എന്റെ ഫേസ് ഒക്കെ മാറി. ഞാനിത് മനസ്സിലിട്ടോണ്ട് നടക്കാണ്. ഞാൻ 10 പഠിക്കുമ്പോഴത് പറഞ്ഞു. +2 കഴിഞ്ഞ് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് അങ്ങനെ ചേർന്നപ്പോഴാണ് ഇത് ഈ ഫ്രണ്ട് ഇത് പറഞ്ഞു. എൻട്രൻസോ കോച്ചിങ്ങിന് പോയിന്നുള്ളൂ, കിട്ടിയില്ല. അത് പറഞ്ഞോണ്ട് അപ്പൊ ഞാനാകെ തകർന്ന്. അപ്പൊ ഇവളിത് കണ്ടപ്പോ ഇവക്ക് മനസ്സിലായി. ഇവള് പോയി മൂപ്പരടുത്ത് പറഞ്ഞു. അപ്പൊ മൂപ്പര് ആ ലൈൻ അങ്ങ് ഒഴിവാക്കി. ആ ലൈനെ ഒഴിവാക്കി. ഇനി രണ്ടും സമാന്തരമായി കൊണ്ട് നടന്നോന്നുള്ള നമുക്ക് അറിയില്ല. അത് പിന്നെ പറയാത്ത വാക്കൊക്കെ പഠിച്ചിപ്പോ സമാന്തരമായിട്ട് കൊണ്ടുപോയിട്ട് പിന്നെ ഏതാ ബെറ്റർ നോക്കിയപ്പോ ചിലപ്പോ ഞാനാണ് തോന്നിയിട്ടുണ്ട്. എന്തിന്റെ കാര്യത്തില് സംസാരിക്കുന്നേ. അപ്പൊ അങ്ങനെ അങ്ങനെ സെറ്റായി. അപ്പൊ വീട്ടില് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പ്രശ്നമല്ല, അവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. അപ്പൊ അതിന്റെ ചെറിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പിന്നെ അത് പ്രശ്നങ്ങൾ പിടിച്ചു നിന്ന് ഞാൻ വേറെ കല്യാണം കഴിക്കൂല. ഞാൻ പറഞ്ഞു ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ ഞാൻ വേറെ കല്യാണം കഴിക്കൂല. അങ്ങനെ ഒന്നും ഒളിച്ചോടൂല എന്ന് പറഞ്ഞു വീട്ടിൽ. അതെനിക്ക് ഭയങ്കര നിർബന്ധം. പുള്ളിക്കാരൻ പറഞ്ഞു നമുക്ക് ഒളിച്ചോടാ, അതിന് ഞാൻ വരില്ല. ഒളിച്ചോടാ, രജിസ്റ്റർ മാരേജ് ചെയ്യാം, അതിന് ഞാൻ വരില്ല. കാരണം നമ്മൾ അച്ഛനും അമ്മ എത്രയും വളർത്തി വലുതാക്കിയിട്ട് പിന്നെ നമ്മൾ അവരെ പറ്റി ചോടുന്നത് ശരിയില്ല. മെസ്സേജ് പോകുന്നു അല്ല ഇപ്പത്തെ കാലത്ത് അതിനൊക്കെ പ്രസക്തി ഉണ്ടോ വെച്ചാൽ എനിക്കറിയില്ല. ഞാനതെന്ന് അങ്ങനെ ചിന്തിച്ച എങ്ങനെ എന്നും ചിന്തിക്കുന്ന അങ്ങനെയാണ്. എന്നിട്ട് മൂപ്പരടുത്ത് പറഞ്ഞു ഒളിച്ചോടണം, ഞാൻ കാത്തിക്കും. നിങ്ങൾ കാത്തിക്കാൻ റെഡിയാണെങ്കിൽ ഞാനും കാത്തിക്കും, എത്ര വേണമെങ്കിലും ഞാൻ കാത്തിക്കും. വീട്ടിലും ഞാനതാ പറഞ്ഞത്, ഞാൻ വേറെ പോവില്ല, കാത്തിരുന്നോളാം, നിങ്ങളെ മനസ്സ് മാറുന്നവരെ ഞാൻ നിന്നോളാം. അപ്പൊ വീട്ടുകാർക്ക് മനസ്സ് മാറി. എന്റെ പപ്പ അതൊക്കെ കേൾക്കുന്നത് 5 കൊല്ലം എന്നൊക്കെ ഉള്ളത് ഇവർക്ക് അറിയില്ല, എപ്പോഴും അറിയില്ല എങ്ങനെ ഞങ്ങൾ പ്രേമത്തിലായിന്നോ അല്ലെങ്കിൽ എത്ര കൊല്ലം പ്രേമിച്ചു എന്നൊന്നുള്ള. അതെ, ഇപ്പോഴും എന്റെ വീട്ടുകാരെപ്പോഴും ഇത് ഇങ്ങനെ എത്ര വർഷം അറിയാം പ്രേമിച്ചു എന്നുള്ളത് അറിയാം. പക്ഷെ എത്ര വർഷം, 5 വർഷം എന്നൊക്കെ പറയുമ്പോ അമ്മ ഇവളപ്പ ഈ വീട്ടിൽ അങ്ങനെ പ്രേമിച്ച് അങ്ങനെ കല്യാണം കഴിച്ച് മൂപ്പര തലയിലായി. മൂപ്പര് പറയുന്ന മൂപ്പര തലയിലായി. പ്രശോഭ് എന്നാ പേര്, പ്രശോഭ്. മോള് ഇഷാനി. ഇപ്പം മോള് 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുക. മോള് എന്നെക്കാളും ഭയങ്കര ഡീസന്റ്. അതാ അതിന്റെ ഒരു ഇവളെ പോലെയല്ല അവള്. അവള് ഭയങ്കര അമ്മയ്ക്കൊന്ന് ഒതുങ്ങി നടന്നൂടെ? ആ ഭൂതത്തിന്റെ സ്കിറ്റിൽ ഫസ്റ്റ് എൻട്രി ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ ഇരുന്ന് കാണുക സ്കിറ്റ്. അമ്മായിമ്മ ഉണ്ട്, അച്ഛനുണ്ട്, അച്ഛൻ, അമ്മ, ഞാന്, ഹസ്ബൻഡ് എല്ലാരും കൂടെ ഇരുന്ന് കാണുന്ന സമയത്ത് ഇവള് ഈ എൻട്രിയിൽ ഞാനൊരു പ്രത്യേക സ്റ്റെപ്പ് കളിച്ചു വരുമ്പോ ഇവള് എന്നെ അങ്ങനെ തിരിഞ്ഞു നോക്കി, എന്താണ് അമ്മയെ കാണിക്കുന്നത്? ഇവക്ക് അങ്ങനെയൊക്കെയാ. അമ്മയ്ക്ക് സ്റ്റാൻഡേർഡിൽ അങ്ങനെ പറയും. ദൃശ്യാണ്ടി അതുണ്ടല്ലോ, ദൃശ്യന്റെ കേശു ഉറങ്ങിയോ? കേശു ഉറങ്ങിയില്ല. ഇവളുടെ ഫോട്ടോസ് ചെറിയ കോപ്പി കോപ്പിയാണ്. പക്ഷെ സ്വഭാവം തീരെ ഞങ്ങൾ രണ്ടുപേരായിട്ട് മാച്ച് അല്ല. ഞങ്ങൾ ഭയങ്കര വൈബിന്റെ ആൾക്കാരാണ്. എക്സ്ട്രാ ഡീസന്റ് അവള്. അവളെ പ്രായത്തിനേക്കാളും ഭയങ്കര ഉപദേശമൊക്കെ തരും എനിക്ക്. അമ്മ കുറച്ചുകൂടെ കേശുവിന്റെ മോനെ ഭയങ്കര വികൃതിയാ. ഒരു മാന്ത് ഇവിടെ അങ്ങ് മാന്തി ഇവിടെ ഇങ്ങനെ പാട് വന്നേ നമ്മളൊക്കെ അവിടെ കരയും. ഇഷാനിന്റെ കണ്ണ് നിറഞ്ഞിരിക്കും. എന്നിട്ട് ഇഷാനി വേദനിക്കുന്നുണ്ടോ? ഇല്ല ആന്റി, കുഴപ്പമില്ല. കുഴപ്പമില്ല, ചെറിയൊരു നീറ്റലുണ്ട്. വെള്ളാക്കിയപ്പോഴേ കണ്ണ് നിറഞ്ഞിരിക്കും. പക്ഷെ വേറെ പിള്ളേരാണെ കരഞ്ഞു. ഇവിടെ അമ്മേനൊക്കെ ഉപദേശിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിന്റെ അമ്മ ഒരു ദിവസം പെങ്ങളെ മോന് വയ്യാതായി എന്നാണ് കോൾ വന്നപ്പോ ഇങ്ങനെ മോന് വയ്യാതായി അമ്മമ്മ കരയണ്ട, അമ്മമ്മ വിഷമിക്കണ്ട,
സൂര്യക്ക് വേഗം മാറിക്കോളും, അമ്മമ്മ വിഷമിക്കണേ, ഇവിടെ നമ്മൾ ഇവിടുന്ന് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് അവിടെ ഡോക്ടറെ കാണിച്ചാൽ മതിയല്ലോ അസുഖത്തിന്, അങ്ങനെ ഇവിടുന്ന് വിഷമിക്കണ്ട, അങ്ങനെയൊക്കെയാ പറയാ. എന്നെ ഉപദേശിക്കും. പറഞ്ഞു വന്നത് ഇവളെക്കാളും ബുദ്ധിയും വിവരവും ഒക്കെ ഉള്ളവരെ നോക്കാം. വരുന്ന തലമുറയിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാനാവുന്നു. എനിക്ക് ഒരു പ്രതീക്ഷയില്ല. എങ്ങനെയുണ്ട് മോൻ അടിപൊളിയാ. അടിപൊളിയാന്ന് വെച്ചാൽ അവന് ഇപ്പോഴേ മിമിക്രി ഒക്കെ ചെയ്യും കേട്ടോ. ബമ്പർച്ചിരിയില് അല്ലോ കുറച്ചും കൂടെ ബെറ്ററാ. ഞാൻ പഠിപ്പിക്കുന്നല്ലേ, അതാ ഞാൻ പഠിപ്പിക്കും. ഇവള് പഠിപ്പിക്കും. ഇവിടെ പറയാൻ പറ്റുന്ന ഞാൻ പറയുന്നില്ല. നാളത്തെ കുട്ടി ആൾക്കാരായിരുന്നു ഇതെല്ലാരും നോക്കുമ്പോ ഞാൻ അങ്ങനെ എന്റെ കുട്ടിയല്ല. മിമിക്രി, കോഴി, കാക്ക ഇങ്ങനത്തെ ഒക്കെ പറയും. പിന്നെ ബമ്പർച്ചിരിയിൽ ഈ 8ാം മാസം തൊട്ട് വന്നോണ്ട് അവിടെ എല്ലാവർക്കും ഇവനോടും ഭയങ്കര കാര്യമാണ്. നടന്ന് പിച്ച് നടന്നത് അവിടെയാ. കാരണം ഒരു മാസം നമ്മളിങ്ങനെ എല്ലാ ഷെഡ്യൂളും പോവല്ലേ. എല്ലാരും പേരെടുത്താ വിളിക്കുക. മഞ്ജു മഞ്ജു, കാർത്തിക് സൂര്യനെ കാർത്തി, പിഷാരടിനെ പിഷു, എല്ലാരും വിളിക്കും. എല്ലാരും മടിയിലിരുത്തി പേരിട്ടവരെ. നിങ്ങൾ മറ്റേ നിർവയറാവുന്നതിന് മുമ്പും അത് കഴിഞ്ഞിട്ട് കുട്ടീണ്ടായിട്ടൊക്കെ പോയപ്പോ ഇങ്ങനെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി അങ്ങനെയായിരുന്നു എല്ലാവരും നോക്കിയിരുന്നത്. എല്ലാരും അല്ല തള്ളേന്ന് വിളിക്കാൻ തുടങ്ങി. എന്ത് ഡ്രസ് ഇട്ട് തള്ളേത്, എന്തിനാ തള്ളേതിട്ട്? ഇപ്പൊ ഞാൻ ഇതിട്ടാലും ഇങ്ങനെയാ. തള്ളക്കൊന്നും വേറെ പണിയില്ല. ഇത് പ്രത്യേക ഡെഡിക്കേറ്റ് ചെയ്യണം. അഖിൽ അകേഷ് തള്ളേന്നേ വിളിക്കുള്ളൂ. അതെ വിളച്ചിമാര്. നിങ്ങള് തന്ത വൈബ് ഒഴിവാക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? നമ്മള് തന്താരായില്ലല്ലോ. ഞങ്ങക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ വൈബിന്റെ ആൾക്കാരല്ല. ഇവരൊക്കെ അങ്ങനെ തള്ളേന്ന് വിളിക്കെങ്കിലും ഞങ്ങള് വണ്ടിയിൽ ട്രാവലറിലാ വരിക. അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് സ്റ്റെപ്പ് ഇടാൻ ഇറങ്ങണമെങ്കിൽ ഞങ്ങള് വേണം. പാട്ടൊക്കെ ഇട്ടിട്ടെ വൈബാക്കണമെങ്കിൽ ഞങ്ങള് വേണം. എന്നിട്ട് പറയും തള്ളയാണെന്നുള്ളു, പക്ഷെ വൈബ് തള്ളയുടെ അല്ലാന്ന് പറയും. തള്ളാന്ന് പറയുന്ന കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് വിളിക്കുന്ന. ഞങ്ങൾക്ക് അത്ര പ്രായമൊന്നുമില്ല. ഞങ്ങൾക്കല്ലേ അങ്ങനെയാണോ? എനിക്ക് അതിനോട് താല്പര്യമില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരാളല്ല. സ്വതവേ ഞാൻ അങ്ങനെ ഒരാളല്ല. ഇവിടെ അതിന്റെ ഒരു ഞാൻ ഈ സീനിലേ ഇല്ല. ഞങ്ങളാണ് ഇത് അങ്ങോട്ട് ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്ത് പറയും? അന്നാ ഞങ്ങളും നല്ല കുറിപ്പുകൾ ഫേസ്ബുക്കില്. ഇപ്പോൾ ആലോചിച്ച ഫേസ്ബുക്കിന്റെ കാര്യം. അല്ല നിങ്ങളിങ്ങനെ സ്കിറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റേ ഈ കാർത്തിക് സൂര്യയുടെ ഒക്കെ തലേനൊക്കെ വെച്ച് പറയില്ലേ, തല ഇപ്പൊ ക്രീം കൊണ്ട് തിരിച്ച മാതിരി ഉണ്ട്. അതൊക്കെ ഇപ്പൊ ശരിക്കും അങ്ങനെ ബോഡി ഷെയിം ചെയ്യാൻ പാടില്ല, അങ്ങനെ ശരീരത്തെ പറ്റി പറയാൻ പാടില്ല, അങ്ങനെയൊക്കെ ആണല്ലോ. എന്നാലും അത് കേട്ടിട്ട് ആളുകൾ ചിരിച്ചിട്ടുണ്ട്. വേറെ ആലോചിക്കാണ്ട് അങ്ങനെ ചെയ്യാ എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട്. ഞാൻ അവിടെ തിരുപ്പതി ലഡു. ഇവള് മഞ്ഞ സാരി എടുത്തപ്പോ തിരുപ്പതി ലഡു എന്ന് വിളിക്കുന്നത്. പിന്നെ എന്താ ഭൂതം വന്നപ്പോ ഉജാലക്കുപ്പി. അത് മാത്രമല്ല, നമ്മൾ സ്കിറ്റിനകത്തുണ്ടായിരുന്നു ഇവളിങ്ങനെ ഇങ്ങനെ ഷോൾ ഇട്ടിട്ട് തിരിഞ്ഞു നിൽക്കുമ്പോ ഇതാരാ ഭരണി തുണിയിട്ട് മൂടിയിട്ടെന്നൊക്കെ ചോദിക്കും. സിമ്പിൾ ആയിട്ട് അത് പറയുന്നതിന്റെ മീറ്ററിനനുസരിച്ചിരിക്കും. നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് പോകുന്ന എത്രയോ ആളുകൾ ചിരിക്കുന്നതും അതാ. ചിരിച്ചു കഴിഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ട് ചീത്ത പറയുന്നത് ശരിയല്ലല്ലോ. നമ്മൾ ചിരിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് പോയ വിഷയമല്ല.